Ladies and gentlemen, presenting before you the one and only നമ്മുടെ സ്വന്തം മെന്റലിസ്റ്റ് ശ്രീരാജ് പാറക്കൽ. എന്തോ സംഭവമായിട്ട് വന്നിരിക്കുകയാണ്. അല്ല ഞാനിങ്ങനെ മൊത്തത്തില് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. കാരണം കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിൽ എല്ലാവർക്കും ഒരു വലിയ ഹായ്. ഓക്കെ എലീന, എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. ആഗ്രഹം ഞാൻ പറയാം. ഈ മെന്റലിസം എന്ന് പറയുന്നത് മിക്കവാറും ഇമാജിനേഷനും റിയാലിറ്റിയും കൂടെ ഒരുമിച്ച് പിന്നെ രണ്ടായിട്ട് പോകുന്നതാണല്ലോ. ആദ്യം നമ്മൾ ഇമാജിൻ ചെയ്യും, പിന്നെ അത് റിയാലിറ്റിയിൽ സംഭവിക്കും. നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇമാജിനേഷനും റിയാലിറ്റിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാലോ? അറ്റ് ടൈം രണ്ടും കൂടെ കൊണ്ടുപോയാലോ? പോവായിരിക്കും അല്ലേ? മേ ബി പോവാൻ എന്തോന്ന്. എന്നാലും ശരി, ഞാൻ പറയാം. ഓക്കെ എലീന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു. ശരി, ഇത് ഇമാജിനേഷൻ. ഓക്കെ, എലീന പൈസ കൊടുക്കുന്നു, ഇത് റിയാലിറ്റി. റിയാലിറ്റി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ശരി, ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുമ്മാ ഒരു ഇമാജിനേഷനിലേക്ക് പോവാം. റിയാലിറ്റിയിൽ ഞാൻ പൈസ കൊടുക്കാം. ശരി, ഓക്കെ. അപ്പൊ എന്റെ കയ്യില് ഒരു മെനു കാർഡ് ഉണ്ട് എലീന. ഓക്കെ, അപ്പൊ ഈ ആക്ട് കാണുന്ന പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കണം ഇത് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പ്രേക്ഷകർക്ക് നമ്മളോടൊപ്പം സൈമിൾട്ടേനിയസ്ലി. അതെ, അവർക്കും ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ അവരെയും കൂടെ നമുക്ക് പ്രേക്ഷകരും ഫോൺ എടുത്തു. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ അപ്പറ്റൈസേഴ്സ്, ഗ്രാൻഡ് ഡെലീഷ്യസ് എന്ന് പറഞ്ഞ് പല വെറൈറ്റി ഓഫ് ഡിഷസ് ഉണ്ടല്ലോ. ഇതെല്ലാം ഡിഫറെന്റ് ആണെന്ന് ഇവരെ ഒന്ന് ബോധ്യപ്പെടുത്തുക. എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള പല പ്രൈസ് ടാഗിലുള്ള ഡിഷസ് ആണ്. ഓക്കെ, വിൽ സ്റ്റാർട്ട് വിത്ത് അപ്പറ്റൈസേഴ്സ്. ഓ, അങ്ങനെയുണ്ടോ? അതെ. ഗ്രീൻ സാലഡ് 240, കോൺ സൂപ്പ് 255, 280, ക്രീം ഓഫ് സൗത്ത്. ഇതിനകത്ത് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. എത്രയാണ്? 280. ഓക്കെ, കാൽക്കുലേറ്ററിൽ ഒന്ന് ആഡ് ചെയ്യാം. 280 എന്നുള്ള. ഓക്കെ, അടുത്ത ഡിഷ് എന്ന് പറഞ്ഞാൽ ബ്ലൂ പ്ലേറ്റ് സ്പെഷ്യൽ ആണ്. ഓക്കെ, ഇതിനകത്ത് വീണ്ടും കുറെ സംഭവങ്ങളുണ്ട്. വായിച്ചാൽ മനസ്സിലാവുമല്ലോ. അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തോളൂ. ഇഷ്ടമുള്ള. ഓക്കെ, ഇതിന് എത്രയാണ്? 285. അപ്പൊ നേരത്തെ ഉള്ളതിന്റെ കൂടെ ഒരു 285 കൂടെ ആഡ് ചെയ്യാം. വേണ്ട, നമുക്ക് അടുത്തേക്ക് പോവാം. പൈസ ആൻഡ് കേക്ക് ഇഷ്ടമല്ലേ? ശരി, അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് എടുത്തോളൂ. റാസ്ബെറി കേക്ക് 255. ഓക്കെ, 555. ഇനി ലാസ്റ്റിൽ നമ്മൾ റിഫ്രഷിംഗ് ഡ്രിങ്ക്സിലേക്ക് പോവാണ്. നിങ്ങളെല്ലാം ആഡ് ചെയ്യുന്നുണ്ടല്ലോ, ഒരേ പ്രൈസ് റേഞ്ച്. ഓക്കെ, റിഫ്രഷിംഗ് ഡ്രിങ്ക്സിലേക്ക് പോവാണെങ്കിൽ നമുക്ക് ഇത് കുറച്ച് ഹെൽത്തി ആക്കി. ഓക്കെ, ഫ്രഷ് ലെമനേഡ് എത്രയാണ്? 220. ഓക്കെ, അപ്പൊ ഈ 220യും കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ എത്ര രൂപയാകും എന്നൊന്ന് പറയാമോ? 1040. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എനിക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. കാരണം എനിക്കറിയാമായിരുന്നു ഇല്ല ഇതായിരിക്കും സംഭവിക്കാന്നുള്ളത്. സോ 1040 റുപ്പീസ് ഞാൻ ഓൾറെഡി കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് 1040 രൂപ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എലീന, അത് ഈ ബോക്സിലുണ്ട്. എലീനയ്ക്ക് എടുക്കാം. ദിസ് ഈസ് ദ ഫസ്റ്റ് ആക്ട്. ഹിയർ കംസ് എ സർപ്രൈസ്. തുറന്നു നോക്കിക്കോളൂ 1040 രൂപയുണ്ടോ എന്നുള്ളത്. രൂപ. 540 അല്ലേ? 500 മിസ്സിംഗ് ആണോ? അല്ല, 1040 അല്ലേ പറഞ്ഞത്? 1040. ഇല്ല, ഇറ്റ്സ് ഓക്കെ. 500 മിസ്സിംഗ് ആണല്ലേ? 500 ഇല്ല. ഇപ്പം ഇതിനകത്ത് ഇപ്പൊ റീടേക്ക് ഇല്ലാത്ത സംഭവമാണല്ലോ. ശരി, ഒരു കാര്യം ചെയ്യാം. നമുക്ക് അങ്ങനെ തന്നെ പോവാം. എലീന, സപ്പോസ് ഇത് റിയാലിറ്റിയിൽ ഇപ്പൊ ഇമാജിനേഷൻ ആയിരുന്നല്ലോ, ഇതിപ്പോ റിയാലിറ്റിയിലാണ് സംഭവിക്കുന്നെങ്കിൽ നമ്മൾ ഒരാളെടുത്ത് GPay ചെയ്യാനായിട്ട് പറയും. പക്ഷേ GPay ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ഓക്കെ എലീന, നമ്മള് ഒരാളിനെ നമ്മൾ ഇവിടെ നിന്ന് വിളിക്കുകയാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. എലീന നേരെ ശ്വേത ചേച്ചി വിളിക്കാന്ന് ഇമാജിൻ ചെയ്യാം. റിയാലിറ്റിയിൽ ശ്വേത ചേച്ചി ഫ്ലോറിലേക്ക് വരണം. ചേച്ചിയെ ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ഒന്ന് ഫ്ലോറിലേക്ക് വരാമോ? ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ശ്വേത ചേച്ചി, സത്യം പറയാം ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു ചെറിയ സഹായം പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഒരു 500 രൂപയുടെ കുറവുണ്ട്. അപ്പോ എലീന നേരെ ശ്വേത ചേച്ചിയെ വിളിക്കുകയാണ്. ശ്വേത ചേച്ചി ഒരു 500 രൂപ ഞങ്ങൾക്ക് തരണം. പക്ഷേ 500 രൂപ തരുന്നതിന് മുമ്പ് ഇമാജിൻ ചെയ്യാ, ശ്വേത ചേച്ചി നേരെ ATM-ലേക്ക് പോവാണ്. ഓക്കെ, ATM-ലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം GPay ഒന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. ശ്വേത ചേച്ചി നേരെ ATM മെഷീനിൽ പോയിട്ട് ATM കാർഡ് അങ്ങോട്ട് എൻ്റർ ചെയ്തിട്ട് അതിന്റെ പിൻ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ആർക്കും അറിയാത്ത ഒരു പിൻ നമ്പർ. എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ലല്ലോ, അർത്ഥം പറയാല്ലേ? എലിനക്ക് എന്തായാലും അറിയില്ല. ശ്വേത ചേച്ചി ജസ്റ്റ് ആ കൈ ഒന്ന് നീട്ടാമോ? എന്റെ കണ്ണിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതിന്റെ ഫസ്റ്റ് ഡിജിറ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, 8. ഓക്കെ, ശ്വേത ചേച്ചി എന്റെ സെക്കൻഡ് ഡിജിറ്റ് 6.
6 ആണോ? ആണ്ടെ? Third digit is 4. No, it's 5. And it's 28652. Is your pin number? Yes ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഏറ്റവും പിൻ നമ്പർ റൈറ്റ്. ഒന്നുകൂടെ പറഞ്ഞേ. 8652. 8652. കാർഡ് എടുത്തോ. അല്ല ഇത് ഭയങ്കര ഒരു സീനാട്ടോ ഇങ്ങനെ സത്യമാണോ ഇത്? എനിക്ക് തോന്നുന്നു അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലായില്ല. ശരി, ഒരു കാര്യം ചെയ്യാം. ഇപ്പോ ശ്വേത ചേച്ചി 500 രൂപ എടുത്തു. ഓക്കെ, ഈ പൈസ നേരെ ശ്വേത ചേച്ചി കൊടുക്കാൻ പോകുന്നത് അഖിലിന്റെ അടുത്താണ്. നമുക്ക് 500 രൂപയുടെ കുറവല്ലേ? അപ്പോ അഖിലിന്റെ കയ്യിൽ 500 രൂപ എടുക്കാറുണ്ടാവോ ശ്വേത ചേച്ചി തന്ന പൈസ? ഓക്കെ, സോ ഞാൻ ജസ്റ്റ് അങ്ങോട്ട് വരാം. ഓക്കെ അഖിൽ, ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അഖിൽ തൽക്കാലം ഈ 2 കൈയും ഇങ്ങനെ ഒന്ന് വെച്ചേ. ഓക്കെ, ഞാൻ അഖിലിന്റെ കയ്യിലേക്ക് ഇത് വെച്ചതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. കാരണം ഇവിടെ നിന്ന് ഞാൻ ഈ പൈസ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഈ ബോക്സിൽ അഖിലിന്റെ മുന്നിൽ വെച്ച് തന്നെ ഈ ബോക്സിലേക്ക് നമ്മൾ ഈ എമൗണ്ട് ഒന്ന് വെക്കുകയാണ്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഈ എമൗണ്ടിൽ തൊടുന്നില്ല. ഓക്കെ, വെച്ചല്ലോ? വെച്ചു. കാര്യം ഈ അഖില് തന്ന ഈ എമൗണ്ട് ഞാൻ അതേ രീതിയിൽ കൊണ്ടുവന്ന് ഇവിടെ ശ്വേത ചേച്ചിയുടെ അടുത്തേക്ക് ജസ്റ്റ് കൊണ്ടുവരുവാണ്. സോ ശ്വേത ചേച്ചി, അഖിൽ കൊണ്ടുവന്ന ആ എമൗണ്ട് ജസ്റ്റ് ആ 500 റുപ്പീസ് എന്റെ കൈവശമുള്ളത് ഞാൻ തൊടുന്നില്ല. ഞാൻ ശ്വേത ചേച്ചിയുടെ കയ്യിലേക്ക് തരുവാണ്. എടുക്കട്ടെ? ആ, എടുത്തോളൂ. എടുത്തിട്ട് ഈ സംഭവം അങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അവിടെയും തീരുന്നില്ല. അഖിലിന് ഇപ്പൊ 500 റുപ്പീസ് കിട്ടിയല്ലോ. അഖില് നേരെ ഈ എമൗണ്ടും കൊണ്ട് വരാനായിട്ട് തുടങ്ങുമ്പോ നേരെ നോബിച്ചേട്ടനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ നോബിച്ചേട്ടൻ അടുത്തുണ്ടെന്ന് വിചാരിക്കുക. അഖിലും നോബിച്ചേട്ടനും കൂടെയാണ് ശ്വേത ചേച്ചി തന്ന ഈ 500-ഉമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, ഇവരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ എലിന്റെ അടുത്തേക്ക് വരുന്നത്. ഈ സമയത്ത് നോബിച്ചേട്ടൻ വെറുതെ ഒന്ന് ഒരു വാച്ചിൽ സമയം ഒന്ന് നോക്കുന്നു. റാൻഡമായിട്ട്, ഇപ്പോഴല്ല, റാൻഡമായിട്ടൊരു സമയം മനസ്സിലുണ്ടെങ്കിൽ ആ സമയം ഒന്ന് പറയാമോ? 6:54. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഇമാജിനേഷനും എത്രയായിരുന്നു നോബിച്ചേട്ടാ? 6:54. റാൻഡമായിട്ട് വന്നൊരു ടൈം അല്ലേ? കാര്യം ചില സമയത്ത് റിയാലിറ്റിയിലും ഇമാജിനേഷനിലും ഒരു സംഭവം വരും. ബിക്കോസ് ഇറ്റ് ഈസ് 6:54 എന്ന് പറയുന്ന ഒരു സംഭവം. നോബിച്ചേട്ടാ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഈ ടൈം. നോബിച്ചേട്ടാ മനപ്പുറം ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് 54 എന്നുള്ള 4 വന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു സമയം പോലും മാറാതെ ഇറ്റ് ഈസ് 6:54 എന്ന് പറയുന്ന ഒരു സമയം ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് 500 രൂപയുടെ കുറവുണ്ട്. സമയം നമുക്ക് വന്നു. ATM-ന്റെ ഒരു പിൻ നമ്പർ 8652 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. ഒരു നോട്ടും കയ്യിലുണ്ട് അല്ലേ? ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കും പെട്ടെന്ന് എന്തോ ഒരു ടെൻഷൻ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. ഇത് പ്രഡിക്ഷനോ സംഭവങ്ങളൊന്നുമല്ല. ഇന്നലെ എന്റെ ലൈഫിൽ നടന്ന ഒരു സംഭവം ഞാൻ ചുമ്മാ ഒരു ചാർട്ട് പേപ്പറിനകത്ത് എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ചുമ്മാ ഒരു ചാർട്ട് പേപ്പറിനകത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് തുറക്കുന്നില്ല. എലിനെ ഒന്ന് എടുക്കാമോ? എടുക്കണോ? എടുത്തോളൂ. എഴുതിയേക്കുവാണല്ലോ. അതിനകത്ത് എന്തോ എഴുതിയിട്ടുണ്ട്. അതിന് മുമ്പ് ശ്വേത ചേച്ചി, ഇത് തുറക്കുന്നതിന് മുമ്പ് എലീന ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ചില കാര്യങ്ങള് സംഭവിക്കേണ്ട സമയത്ത്, നടക്കേണ്ടുന്ന സമയത്ത് ചെല്ലേണ്ടുന്ന വ്യക്തികളെടുത്ത് ചില സാധനങ്ങൾ ചെല്ലും എന്നുള്ളതാണ് പൊതുവെ ഉള്ളൊരു പ്രമാണം. എല്ലാ നോട്ടിനും ഒരു സീരിയൽ നമ്പർ ഉണ്ട്. ആ സീരിയൽ നമ്പർ പിന്നെ റിപ്പീറ്റ് ആവില്ല. ഓക്കെ, അഖില് തന്ന നോട്ടിലും ഇതുപോലൊരു സീരിയൽ നമ്പർ ഉണ്ട്. ഓക്കെ, അറിയില്ലേ ഇത്? കാര്യം അഖിലിന്റെ കയ്യിൽ വന്ന ഒരു സീരിയൽ നമ്പർ ഉണ്ട്. അത് ശ്വേത ചേച്ചിയുടെ കയ്യിലാണല്ലോ. ഞാനത് എടുത്തിട്ടില്ലല്ലോ. ശ്വേത ചേച്ചി ഒരു കാര്യം ചെയ്യുക, 500 രൂപയും കൂടെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ആ സീരിയൽ നമ്പർ വെറുതെ ഒന്ന് നോക്കിക്കോളൂ. ഈ സമയം എലീന, എന്റെ ലൈഫിൽ ഇന്നലെ സംഭവിച്ച കാര്യം ഇവർക്ക് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാമോ? Okay, do you want me to read it? Yes. All right, ഇതിൽ എഴുതിയേക്കുന്ന ഇതാണ്: Yesterday I woke up at 6:54 a.m. and found 500 rupees beside me. The serial number of the currency was wait. ഒന്ന് വായിച്ചത് 04463. അടിച്ചു മോനെ. അതേ സീരിയൽ നമ്പറാ.
അതേ സീരിയൽ നമ്പർ കറൻസി വാസ് 0. കറൻസിയുടെ സീരിയൽ നമ്പർ പറഞ്ഞേക്കുന്നത് 044463. ഇതെന്തായാലും റിപ്പീറ്റ് ആവൂല, കാര്യം കറൻസിക്ക് ഒരു നമ്പരേ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ അഖിൽ കള്ളനോട്ട് വല്ലതും ആയിരിക്കണം, അല്ലല്ലോ? പക്ഷെ ഇതിൽ വേറൊരു നഗ്ന സത്യം കൂടി എഴുതിയിട്ടുണ്ട്. I took the money, went in my car with vehicle number KL25H8652. It's your password. അതായത് ഈ പൈസയും കൊണ്ട് വെഹിക്കിൾ നമ്പർ KL25H8652 ടു റെസ്റ്റോറന്റ് ആൻഡ് ഹാഡ് ഫുഡ്. അതായത് റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിച്ചു. എന്നിട്ട് ബിൽ എമൗണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത് 1040. അതായത് ചേച്ചിയെ ഇത് അതെന്റെ ചേച്ചിയുടെ പാസ്വേഡ് അല്ലെ പിൻ നമ്പർ അല്ലേ ഇത്? നമ്പറാണ്. ശ്വേത ചേച്ചിയുടെ പാസ്വേഡ് ഉണ്ട്. കറക്റ്റ് അഖിൽ തന്ന കറൻസിയുടെ പിൻ നമ്പർ ഉണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ. നോബി ചേട്ടൻ പറഞ്ഞ ടൈം ദാ ഓൾറെഡി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അഖിൽ നമുക്ക് തന്ന റാൻഡം ആയിട്ട് ഒരു 500 രൂപ നോട്ടിന്റെ സീരിയൽ നമ്പർ ദാ ഇവിടെയുണ്ട്. ചേച്ചിയുടെ പിൻ നമ്പർ ഇവിടെയുണ്ട് 8652 എന്നുള്ളത്. ഓൾസോ റാൻഡം ആയിട്ട് ഞാൻ ഫുഡ് സെലക്ട് ചെയ്ത് പറഞ്ഞതിന്റെ ടോട്ടൽ എമൗണ്ടും ദാ ഇവിടെയുണ്ട്. ഇതൊക്കെ 1040. ഇന്നലെ ചെയ്തതുമാണ് നമ്മളിപ്പോഴും. ഇത് ദേ ഇവിടെ ആയിരുന്നു, ഇതിലായിരുന്നു എന്നുള്ളതാണ്. Thank you so much. It's amazing. എങ്ങനെയാണ് ലൈക്ക് യു വർക്ക്ഡ് ഓൺ ഇറ്റ് ഓർ എങ്ങനെ? How do you do it? അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സയൻസിന്റെ സഹായത്തോട് ചെയ്യുന്ന ഒരു ആർട്ട് മാത്രമാണ്. ഇതൊരു പെർഫോമിംഗ് ആർട്ട് മാത്രമാണ്. അപ്പോ എല്ലാ കലകളെയും പോലെ ഓഡിയൻസിന്റെ മനസ്സിൽ അതിശയം ജനിപ്പിക്കുക എന്ന് പറയുന്നതും ഒരു കലയുടെ ഒരു ഭാഗമാണല്ലോ. ചില സമയത്ത് നമുക്ക് ലൈക്ക് ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ചെസ് പോലുള്ള ഗെയിംസ് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ലേ? ഓപ്പോസിറ്റ് ഇരിക്കുന്ന ലോട്ടറി എടുക്കുക. അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ മുന്നിൽ വരുന്ന വ്യക്തികള്, ആ സാഹചര്യങ്ങള്, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ഗെയിംസ് ഒക്കെ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടൊക്കെ കളിക്കുന്ന ഒരു ഗെയിമാണ്. പക്ഷെ ഇത് എന്റർടൈനിങ്ങിന്റെ ഭാഗമായതുകൊണ്ട് അവിടെ അതത്ര വർക്ക്ഔട്ട് ആവുമെന്ന് പേഴ്സണലി തോന്നുന്നില്ല. ഞാൻ ബേസിക് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനാണ്. അപ്പോ TCM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് ഞാൻ. അപ്പൊ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് പഠിപ്പിക്കാനായിട്ട് അവരെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സംഭവമാണിത്. പക്ഷെ അവരുടെ മുമ്പിൽ മെന്റലിസം പഠിച്ചാൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പഠിപ്പിക്കേണ്ടത് മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. Very nice. അടിപൊളി. എന്തായാലും വീണ്ടും ഇവിടെ വന്ന് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. സ്ഥലം എവിടെയായിരുന്നു? വിളക്കുടി എന്നാണ് സ്ഥലത്തിന്റെ പേര്. കൊട്ടാരക്കരയിൽ നിന്ന് പുനലൂര് പോകുന്ന വഴിക്കാണ്. അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് തിരിച്ച് മെന്റലിസത്തിൽ കൂടെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള സാധനം തരാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ മനസ്സിൽ പറയുന്നത് ലണ്ടൻ ക്ലാസിക്കിന് ഒരു ഷർട്ട് വേണം എന്നാണ് മനസ്സിൽ പറയുന്നത്. ആണോ അല്ലയോ? ഏറെക്കുറെ ഞാനത് മനസ്സിലാക്കിയിരിക്കാണ്. ചേച്ചി നമുക്കതങ്ങ് കൊടുത്താലോ? എന്റെ മെന്റലിസ് ശരി. അപ്പൊ എന്തായാലും നമുക്കൊരു ബ്രേക്ക് എടുക്കാം. കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ഷോർട്ട് ബ്രേക്ക്.